ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലൊരു ചപ്പാത്തി കോള് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഈസിയായ കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ ഒലക്കയും ഉരലും ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഒരു ചെറിയ ഗ്ലാസ്സിലിട്ടിട്ട് ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ഇട്ട് കൊടുത്ത് ഇതുപോലെ ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉരലും ഒലക്കില്ലെങ്കിലും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നന്നായി തന്നെ ചതഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ചപ്പാത്തിക്ക് ആട്ടപ്പൊടി എടുക്കുമ്പോൾ ഇതുപോലെ ഒരു മുട്ട ചേർത്ത് നോക്കൂ. നമുക്ക് നല്ല അടിപൊളിയായി തന്നെ സോഫ്റ്റായി തന്നെ ചപ്പാത്തി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടി ഒരു മുട്ട പൊട്ടിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മുട്ടയുടെ തൊണ്ട് പെട്ടിട്ടുണ്ട്. അതെങ്ങനെ ഈസിയായി എടുക്കാമെന്നല്ലേ. നമുക്ക് ഇതുപോലെ കൈയൊന്ന് പച്ചവെള്ളത്തിൽ നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തൊണ്ട് കൈ കൊണ്ട് തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് മാറ്റിയതിന് ശേഷം ഈ മുട്ട നമ്മുടെ ആട്ടപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇങ്ങനെ മുട്ട ചേർത്ത് കുഴയ്ക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചിലവർക്ക് കൈക്കൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഗോതമ്പ് പൊടി അധികം പെട്ടെന്ന് കുഴയ്ക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതുപോലെ ഒരു മുട്ട ചേർത്ത് നമ്മൾ കുഴയ്ക്കുകയാണെങ്കിൽ കൈക്ക് ഒട്ടും തന്നെ ബലം കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വളരെയധികം സോഫ്റ്റിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അതും മാത്രമല്ല ചപ്പാത്തി വളരെയധികം സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയാലും വൈകുന്നേരം വരെ ചപ്പാത്തി സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് എനിക്കൊരു കടക്കാരൻ പറഞ്ഞു തന്ന ഒരു ഐഡിയ ആണ് കേട്ടോ ഇത്. ഇനി ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാൾ മുൻപായി ഇതുപോലെ ചപ്പാത്തി കോലൊന്ന് നമ്മൾ ഗ്യാസിൻ്റെ തീയിലൊന്ന് കാണിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഈ ചപ്പാത്തിക്കോല് നമ്മൾ ചപ്പാത്തിമേൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായി നമ്മൾ ചപ്പാത്തിക്ക് ഇങ്ങനെ ഗോതമ്പ് മാവ് പൊടി തട്ടുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ചപ്പാത്തിമേൽ മാവ് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചപ്പാത്തി എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതും മാത്രമല്ല നമ്മൾ എത്രയോ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് മുകളിലായി ഇട്ട് കൊടുത്താലും ഒന്നിൻ്റെ മേൽ ഒന്നായി ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഇനി അടുത്തതായി നമ്മൾ മുട്ടയെടുത്ത പാത്രമുണ്ടല്ലോ, അതിലേക്ക് മുട്ടയുടെ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി കുറച്ചൊന്ന് ഇതുപോലെ ഉപ്പിട്ട് ഒന്ന് തേച്ച് കഴുകുകയാണെങ്കിൽ ഒട്ടും തന്നെ മുട്ടയുടെ സ്മെല്ലുണ്ടാകില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അവർ കൈയൊക്കെ ഇടാനായിട്ട് വളരെയധികം സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനു വേണ്ടി ഇതുപോലെ ഒരു പൊട്ട് നമുക്ക് ഇതുപോലെ ഹോളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് കൈയൊന്നും ഇടില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞുമക്കളൊക്കെ വീട്ടിലുള്ള ആളുകൾ ഇതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് വെള്ളപ്പം നമുക്ക് റെഡിയാക്കി എടുത്താലോ. പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പി കണ്ടിട്ട് വരാം. 3 കപ്പ് പച്ചരിയാണ് കേട്ടോ ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത്. ഒരു 8 മണിക്കൂറെങ്കിലും ഞാനിതൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. 8 മണിക്കൂറിന് ശേഷം ഇവിടെ അരിയൊക്കെ നന്നായി തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ ഇത് കുറേശ്ശെയായി തന്നെ നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. 3 കപ്പ് പച്ചരിക്ക് ഞാൻ 1 കപ്പ് അതേ കപ്പിൽ തന്നെ അളന്നെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഗ്ലാസ് ആയാലും കുഴപ്പമില്ല. 3 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ചോറും 1 കപ്പ് തേങ്ങ ചിരകിയതാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഈ അരി കുതിർത്തി വെച്ചിരുന്ന വെള്ളം കൊണ്ടാണ് കേട്ടോ ഞാനിത് അടിച്ചെടുക്കുന്നത്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ വെള്ളപ്പത്തിനോ അല്ലെങ്കിൽ ദോശമാവിനൊക്കെ ഇങ്ങനെ അരയ്ക്കുമ്പോൾ മിക്സിയുടെ ജാറൊന്ന് ചൂടാവുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. അങ്ങനെ ഇപ്പോൾ ഞാൻ 3 കപ്പ് പച്ചരിയിലേക്ക് 1 കപ്പ് ചോറും 1 കപ്പ് തേങ്ങ ചിരകിയതും ഇട്ട് ഇത് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്ത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഞാനൊരു പാത്രത്തിലേക്ക് ഇവിടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതിന് ശേഷമാണ് ആലോചിച്ചത് നമ്മൾ വെള്ളപ്പത്തിനൊക്കെ ഇങ്ങനെ മാവ് ഒഴിക്കുമ്പോൾ ഇതെന്തായാലും പൊന്തി വരുമല്ലോ. അപ്പോൾ ഈ പാത്രം നമുക്ക് പറ്റാണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ അതിനേക്കാളും വലിയൊരു പാത്രത്തിലേക്ക് ഈ മാവ് മൊത്തമായി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നിങ്ങളൊക്കെ ഇതുപോലെ അരയ്ക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണേ. ചെറിയ പാത്രത്തിൽ വെക്കാതെ ഒരു വലിയ പാത്രത്തിലേക്ക് നമുക്ക് മാവ് എപ്പോഴും റെഡിയാക്കി വെക്കാം. ഇനി അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ വെള്ളപ്പത്തിന് ആവശ്യമായ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുഴുവനായി തന്നെ ഈസ്റ്റാണ് കേട്ടോ, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പഞ്ചസാരയും ഈസ്റ്റും കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇളം ചൂടുവെള്ളം നമുക്ക് ഇതുപോലെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ഇങ്ങനെ തന്നെ ഒന്ന് മൂടി വയ്ക്കാം. ഞാൻ ആദ്യം വെള്ളപ്പത്തിനൊക്കെ മാവ് അരയ്ക്കുമ്പോൾ നേരിട്ടിട്ടാണ് കേട്ടോ വെള്ളപ്പത്തിൻ്റെ മാവിലേക്ക് ചേർക്കാറ്. അപ്പോൾ ഇത് ഒരു കടയിലത്തെ ഒരു ചേട്ടൻ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. ഇതുപോലെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെള്ളപ്പം നല്ല സോഫ്റ്റായി നന്നായി തന്നെ പൊന്തി വരും കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മാവിലേക്ക് ഇത് മുഴുവനായി തന്നെ ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. മുഴുവനായി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇവിടെ ഇതാ ഞാനിത് ഒരു 5 മണിക്കൂർ നേരത്തേക്കാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. 5 മണിക്കൂറിന് ശേഷം ഇത് നന്നായി തന്നെ പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ. അധിക നേരം 5 മണിക്കൂറിന് കൂടുതൽ പുറത്ത് വെക്കേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാവൊക്കെ നന്നായി തന്നെ പുളിച്ചൊരു ടേസ്റ്റ് ആയിരിക്കും. 5 മണിക്കൂറിന് ശേഷം നല്ലൊരു വെള്ളപ്പത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിന് ശേഷം നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരു പുളിച്ച ടേസ്റ്റ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 5 മണിക്കൂറിന് ശേഷം ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കാവുന്നതാണ്. വളരെയധികം സോഫ്റ്റായ മാവാണ് കേട്ടോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അടിച്ചൊഴിക്കുമ്പോൾ ഇതിനെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കണ്ടോ പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളം മാവ് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് മധുരമൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണേ. ഇല്ലെങ്കിൽ മധുരത്തിന് ആവശ്യമായ കുറച്ച് പഞ്ചസാരയും കൂടി നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ ഇതാ അടപ്പത്തൊരു വെള്ളപ്പം ഉണ്ടാക്കണ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിക്കാം. ഇനി നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. വളരെയധികം രുചിയിലും വളരെയധികം സോഫ്റ്റിലുമാണ് കേട്ടോ നമുക്ക് ഈ അപ്പം കിട്ടുക. ഇനി ഈ അപ്പം നമുക്ക് ഒന്നും കൂടി മൊരിയിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അധികം മൊരിയിക്കാതെയും എടുക്കാം. 2 രീതിയിൽ നമുക്ക് ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചാലും വൈകുന്നേരം ആകുമ്പോഴേക്കും തീരെ ഇങ്ങനെ കല്ല് പോലെ അങ്ങനെ ഒന്നും ആവില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയതുപോലെ നല്ല സോഫ്റ്റായി തന്നെ ഇരിക്കും. ഇപ്പോൾ ഈ സൈഡൊക്കെ നോക്കുമ്പോൾ നമുക്ക് മുരിഞ്ഞതുപോലെ ഉണ്ടാവും. പക്ഷെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ആ ഭാഗമൊക്കെ നന്നായി നല്ലതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും. ഇനി ഇതുപോലെ നമുക്ക് എല്ലാ അപ്പവും ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ വേറൊരു കാര്യവും കടക്കാർ പറഞ്ഞു തന്നു കേട്ടോ. നമ്മൾ ഈ മാവൊക്കെ പൊന്തിയ സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ വേണമെങ്കിൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ മാവ് അധികം പുളിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മാവ് ഒന്നുകൂടിയും സോഫ്റ്റും ആവും. അതുപോലെ തന്നെ ഈ പുളിരസം ഒന്ന് കുറയുകയും ചെയ്യും. അവർ ഈ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പുളി കൂടുകയാണെങ്കിൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദോശയ്ക്കൊക്കെ പുളി കുറയുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാനിതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ നല്ല സോഫ്റ്റാണ് നമ്മുടെ അപ്പം. അതിൻ്റെ കൂടെ ഇനി ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചേർത്തിട്ടില്ല. ഇവിടെ ഇതാ മൊരിഞ്ഞപ്പം ഒക്കെ തന്നെ കുട്ടികൾ ഉണ്ടാക്കിയ സമയത്ത് തന്നെ എടുത്തു കഴിച്ചു കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ കാണിക്കാൻ വേണ്ടി 2 അപ്പം മാറ്റി വെച്ചതാണ്. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായി ചട്നിയോ അല്ലെങ്കിൽ കുറുമക്കറിയോ കഴിക്കാവുന്നതാണ്. ഞാനിവിടെ പോത്തിൻ്റെ ലിവർ റോസ്റ്റാണ് കേട്ടോ റെഡി ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.